ഞാൻ അതിൽ മെയിനായിട്ട് മാത്സ് തന്നെ ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഫിസിക്സും കുറച്ച് കെമിസ്ട്രിയൊക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൽ മെയിനായിട്ട് മാത്സ് തന്നെ ചെയ്തത്. എന്തിനാണ് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 8ല് നമ്മള് സ്റ്റേറ്റിലേക്ക് മാറിയത്? അത് വലിയ പഠിക്കൊന്നും ഉണ്ടായിരുന്നില്ല, മാർക്ക് ഉണ്ടായിരുന്നില്ല. 10th ഒക്കെ ആയപ്പോ കാക്കാക്ക് IIT സീറ്റ് കയ്യേട്ടി അസൂയ വന്നു. അസൂയല്ല, കുടുംബക്കാര് ഓൻ കൊടുക്കുന്ന പ്രയോറിറ്റിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി ചെറിയൊരു ഹായ്, എന്റെ കൂടെയുള്ളത് സഹലാണ്. ഈ കഴിഞ്ഞ JEE 99.27% കിട്ടിയ ഒരു NIT സീറ്റ് ഒക്കെ ഉറപ്പിച്ചു നിൽക്കുന്ന നമ്മുടെ സൈലം സ്കൂളിലെ ഒരു അടിപൊളി മിടുക്കെന്നൊക്കെ പറയാം, ക്ലീശ പോലെ. ഓക്കെ, നമ്മള് ജനറേഷൻ മാറിപ്പോവും അല്ലെ. അപ്പൊ അടിപൊളി ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോ സാലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സാല് 8ാം ക്ലാസ് വരെ CBSE പഠിച്ചു. എന്നിട്ട് പിന്നെ 9, 10 അല്ല 8ാം ക്ലാസ് വരെയാണോ 7ാം ക്ലാസ് വരെയാണോ? 7ാം ക്ലാസ് വരെ CBSE പഠിച്ചു. 8, 9, 10 എന്ത് പഠിച്ചു? സ്റ്റേറ്റ് പഠിച്ചു അല്ലെ. പിന്നീട് നമ്മൾ സൈലം സ്കൂളിൽ വീണ്ടും CBSE പഠിച്ചു. ഇപ്പൊ JEE നല്ല അടിപൊളി പേഴ്സണലൊക്കെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് സാലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അപ്പം സാലിന്റെ കഥ പ്രത്യേകിച്ച് കേൾക്കേണ്ടത് ഇപ്പോൾ 10th കഴിഞ്ഞ കുട്ടികളും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ടും കേൾക്കേണ്ടത്. കാരണം JEE നമ്മൾ +1, +2 തന്നെ പ്രിപ്പറേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് സഹലിന്റെ കഥ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ സഹൽ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ സഹല് ഇപ്പൊ എന്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും അല്ലെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? സന്തോഷമാണോ അല്ല അഡ്വാൻസിൽ വരുന്നതിന്റെ ഒരു വെപ്രാളാണോ? സന്തോഷം ഉണ്ട്, പക്ഷെ നമ്മള് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അഡ്വാൻസിനല്ലേ. അഡ്വാൻസ് ആണ്, അതായത് അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് സാധനം എത്തിയിട്ടില്ല. ഇല്ല, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഏതാണ്? JEE അഡ്വാൻസ് അല്ലെ. അപ്പൊ JEE അഡ്വാൻസ് സംഭവിച്ചു. അപ്പൊ അതിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കോളേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, കോഴ്സോ അങ്ങനെ എന്തെങ്കിലും? IIT ബോംബെയിൽ ഒരു സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ബ്രദർ ഇപ്പൊ അവിടെ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അവന്റെ കൂടെ ഒരു കൊല്ലം പഠിക്കാം. ബ്രദർ IIT-ലാണോ? ഓക്കെ, ഓക്കെ. അങ്ങനെയാണോ IIT-നെ കുറിച്ച് അല്ലെങ്കിൽ IIT ഡ്രീം ചെയ്ത് തുടങ്ങുന്നത്? ബ്രദർ IIT-ലായോണ്ട് തന്നെ നമ്മളും പിന്നെ പാത പിന്തുടരാന്ന് അറിയില്ല. അപ്പൊ വേറൊരു സംശയം എനിക്ക് വിചിത്രം എന്നല്ല, നമ്മുടെ നാട്ടിൽ എപ്പോഴും കണ്ടോണ്ടിരുന്നതാണ്. പിന്നെ ഹൈസ്കൂളിലേക്ക് സ്റ്റേറ്റിലേക്ക് മാറി അല്ലെ. പക്ഷെ വിചിത്രം എന്ന് പറഞ്ഞാൽ വീണ്ടും CBSE-ലേക്ക് മാറിയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്തായിരുന്നു അത്? എന്തിനാണ് 7ാം ക്ലാസ് കഴിഞ്ഞപ്പം 8ല് നമ്മള് CBSE-ലേക്ക് സ്റ്റേറ്റിലേക്ക് മാറിയത്? അത് വലിയ പഠിക്കൊന്നും ഉണ്ടായിരുന്നില്ല, മാർക്ക് ഉണ്ടായിരുന്നില്ല. മാർക്ക് ഉണ്ടായിരുന്നില്ല? ഇല്ല. 7ാം ക്ലാസ് പഠിക്കാൻ മാർക്ക് ഉണ്ടായിരുന്നില്ല? അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. പഠിക്കാറുണ്ടായിരുന്നോ? പഠിക്കൂല. ഉഴപ്പായിരുന്നോ? കോപ്പിയൊക്കെ വെച്ച് പാസ്സായി. ഓക്കെ, അപ്പൊ 7ാം ക്ലാസ് പഠിക്കാൻ കോപ്പി വെച്ചതോ? 10 വരെ അടിച്ചത്. അങ്ങനെയല്ല, എല്ലാരും സാർ ചെയ്തിട്ടില്ലേ? ഞാനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഓക്കെ, അത് വല്ലാത്ത ചോദ്യമായി പോയി. അപ്പൊ എനിവേ, അപ്പൊ പിന്നെ കോപ്പിയൊക്കെ വെച്ചിട്ടാണ് പാസ്സായത് അല്ലെ? ഞാൻ പഠിപ്പിയായിരുന്നു. ഞാൻ വെറുതെ തമാശ പറഞ്ഞേട്ടാ. അപ്പൊ എന്നിട്ട് ബാക്കി പറ. 10th ഒക്കെ ആയപ്പോ കാക്കാക്ക് IIT സീറ്റ്. അപ്പൊ കാക്കാക്ക് IIT കിട്ടിയപ്പോ അസൂയ വന്നു? അസൂയല്ല, കുടുംബക്കാര് ഓൻ കൊടുക്കുന്ന പ്രയോറിറ്റിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോ വില കൊടുക്കുമ്പോ നമുക്ക് ചെറിയൊരു അസൂയ വരില്ലേ. നമുക്ക് തോന്നി എന്തേലും എനിക്ക് ആകെ അറിയാം മാത്സ് കുറച്ചൊക്കെ ചെയ്യാനറിയാം. അപ്പൊ അത് മാത്രമേ അറിയുള്ളൂ. മാത്സ് ആണെങ്കിൽ ബിറ്റ് വെക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്സ് പഠിച്ചു. അപ്പൊ അതേ അറിയുള്ളൂ. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാന്നുള്ളപ്പോ ഇത് മാത്രമേ അറിയണ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ പിന്നെ IIT-യോ NIT-യോ എന്തെങ്കിലും നോക്കാൻ വിചാരിച്ചു. അങ്ങനെ സൈലം സ്കൂളിലേക്ക് വന്നു. കാക്കാക്ക് IIT കിട്ടിയതുകൊണ്ട് ഒരു ഇത് വന്നല്ലേ. ശരിയാ, കാരണം എന്താ, ഭാവിയിൽ ഇപ്പൊ മക്കളൊക്കെ ആയി കഴിഞ്ഞാലേ മാവറല്ലേ, വാപ്പ എന്താണ് ഇങ്ങനെ മൂത്താപ്പനെ കണ്ട് പഠിച്ചുകൊണ്ടെന്നൊക്കെ പറയല്ലേ. അപ്പൊ എനിവേ, അപ്പൊ അങ്ങനെ സൈലം സ്കൂളിലേക്ക് വന്നു. പിന്നെ ഇപ്പൊ ഇവിടെ നമുക്ക് എൻ്റർലി ഡിഫറൻസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് മുമ്പ് 10 വരെ വെച്ച ബിറ്റൊന്നും എന്തായാലും നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എനിവേ, അങ്ങനെ മാറ്റം വന്ന സമയത്ത്, അതായത് ഇപ്പൊ നമ്മള് പ്യുവർലി അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ട് പോവാണ്, ബാക്കി എല്ലാ സാധനങ്ങളും മാറ്റി വെച്ച് നമ്മൾ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ചേഞ്ചിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ചിലേക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ, നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ട് തുടക്കത്തിലൊക്കെ നമ്മള് കോമ്പീറ്റ് ചെയ്യുന്ന CBSE ഓൾറെഡി പക്ക ഒരു 90% എബോ ഉള്ള കുട്ടികളല്ലേ 10th. ഓലായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇത് തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിനൊക്കെ കവർ ചെയ്തു, കുഴപ്പമുണ്ടായില്ല. അല്ല, സായലിന് എത്രയായിരുന്നു? പിന്നെ A+ എത്ര ഉണ്ടായിരുന്നു? ഫുൾ A+ ഉണ്ടായിരുന്നു. ഫുൾ A+ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ അങ്ങനെ. പക്ഷെ വേറെ എന്താ, നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെയല്ല അല്ലെ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ വരുന്ന സമയത്ത് +1 തന്നെ വ്യത്യാസമുണ്ട്. അത് JEE പ്രിപ്പറേഷൻ ആവുന്ന സമയത്ത് ഭയങ്കര നല്ല വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അത് തുടക്കത്തിൽ എന്തായാലും ഒരു 2-3 മാസം നമുക്കൊരു എത്ര കാലം ഉണ്ടായിരുന്നു സ്ട്രഗിളിങ്? തുടക്കത്തിൽ തന്നെ ഒരു ഫൗണ്ടേഷൻ പോലെ തന്നു. അതായത് ഒരു മാസം
പിന്നെ ബേസിക്സ് മാത്രം എടുത്തിട്ട് ഒരു മാസം അങ്ങനെ ക്ലാസ് എടുത്തു. അതുകൊണ്ട് കുറച്ച് ഒരു ഇതായി. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് എത്തിച്ച്. അപ്പൊ അതിനെങ്ങനെയായിരുന്നു അറ്റ്മോസ്ഫിയർ? കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈസ്കൂൾ സെക്ഷനിലൊക്കെ അത്യാവശ്യം മുഴപ്പനായിട്ട് നിന്ന ആള് പെട്ടെന്ന് ഒരു ഹോസ്റ്റലിലൊക്കെ വന്ന് പഠിക്കുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു അത്? നമുക്ക് എന്താണ് ആദ്യം തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചു. ആദ്യം തീരുമാനമാണ് അല്ലെ? അല്ല, തീരുമാനം നമ്മള് കറക്റ്റ് പോരണം. അപ്പൊ തീരുമാനത്തിൽ അത് ഉറച്ചു നിൽക്കണം അല്ലെ? അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് റെഡി ആയി വന്നോളും അതല്ലേ? അനുമോ പറഞ്ഞു. എന്നിട്ടെന്താ പിന്നെ ഇപ്പൊ അവിടെ വന്നപ്പോ തന്നെ എല്ലാരും പഠിക്കാൻ വേണ്ടി വന്നവരാണ്. റൂംമേറ്റ്സും എല്ലാരും പഠിക്കുന്നവരായോണ്ട് നമുക്ക് അറ്റ്മോസ്ഫിയർ അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പൊ എല്ലാരും പഠിക്കുമ്പോൾ നമുക്കൊരു ഉള്ളിൽ തന്നെ ഒരു മോട്ടിവേഷൻ വരുമല്ലോ. അങ്ങനെ പഠിച്ചു. അങ്ങനെ അതായത് നമ്മുടെ പിയർ ഗ്രൂപ്പ് അല്ലെ? അപ്പൊ അതുമാത്രം നമ്മൾ എപ്പോഴും എന്ത് കാര്യമാണ് നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ അത് നല്ലൊരു പോയിന്റ് ആണ്. കാരണം നമ്മളിപ്പോ പിന്നെ എന്താ പറയാ ഒരു അത്ര പഠിക്കാത്ത ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോ അവിടുത്തെ മുഖ്യ രാജാവായി മാറിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഉഴപ്പനായിട്ട് മാറിയേക്കാം, അല്ലെ നമ്മുടെ ഇതാക്കി മാറിയേക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകും. ഓക്കെ, അത് ഇപ്പോൾ 10th കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത്, ഇത് കേൾക്കേണ്ടത് അല്ലെ? യെസ്. അല്ല, അതില് വേറെ അടുത്ത പ്രശ്നം ഞാൻ വീണ്ടും ഇതാക്കാണ്. ഇപ്പൊ 2 വർഷമായി അല്ലെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഹോസ്റ്റല് സ്വാഭാവികമായിട്ടും ഈ സാധനം അലൗഡ് അല്ലല്ലോ, ഫോൺ അലൗഡ് അല്ല. അപ്പോ പിന്നെ ഫോൺ അലൗഡ് അല്ല മീൻസ് നമുക്ക് ഇന്നത്തെ ആൾക്കാർക്ക് റീൽ കാണാതെ ഇൻസ്റ്റാഗ്രാം തുറക്കാതെ നിൽക്കാൻ വേണ്ടി പറ്റൂല. അപ്പോ അതൊക്കെ എങ്ങനെയാണ് സായനം മാനേജ് ചെയ്തത്? ഇവിടെ നടക്കൂല, വീട്ടിൽ പോയാ പഠിക്കൊന്നുമില്ല. തന്നെ വീട്ടിൽ ലീവിന് പോയാ തന്നെ ലീവിനായി ഇത് തന്നെയാണ് അല്ല. എന്നാലും ഇപ്പം ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ എത്ര ദിവസം വീട്ടിലുണ്ടാവാ? കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ അല്ലെ? അല്ല, ബാക്കി ഇവിടെ നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? പഠിക്കാനാണ് വന്നെന്നുള്ള ഒരു ബോധം ആദ്യമാണ്. എന്നെ ഉദ്ദേശമാണോ അത്? നമുക്ക് എന്താണ് ചിലത് മാറ്റി വെക്കേണ്ടി വരും. അതൊക്കെ സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കിട്ടുള്ളൂ. അതെ, ഡിറ്റർമിനേഷൻ അല്ലെ? ചുരുക്കി പറഞ്ഞാൽ സായല് പറഞ്ഞത് ഈ 2 വർഷം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഈ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് അല്ലെ, ഈ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജീവിതകാലം മൊത്തം എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അടുത്തത് സാലെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം സൈലം സ്കൂളുകളെ കുറിച്ച് അല്ലെ, അഥവാ +1 +2 കൂടെ പ്രിപ്പറേഷൻ ഒക്കെ ആലോചിക്കുന്ന കുട്ടികളെ എപ്പോഴും ഒരു ടെൻഷനാണ്. എന്ത് പിന്നെ എങ്ങനെയാണ് സാർ, കാരണം +1 +2 ബോർഡ് എക്സാം മാർക്ക് വാങ്ങുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാണ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക എന്നൊക്കെ. അപ്പം എന്റെ ചോദ്യം ഇതാണ്, അത് രണ്ടും കൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അഥവാ ബോർഡ് എക്സാം പ്രിപ്പറേഷനും ജെഇ പ്രിപ്പറേഷനും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ഡെയിലി റൂട്ടീനായി മാറിയാൽ പിന്നെ അതൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ കാര്യം അത് എത്ര ടഫ് ആണെങ്കിലും അത് എന്താണ് ഈസി ആയി മാറുമല്ലോ താനെ. കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ല, പക്ഷെ നമുക്ക് ഈ ജെഇക്കാണെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, മറ്റാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോ അതില് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ബോർഡ് എക്സാം ഇപ്പൊ കഴിഞ്ഞല്ലോ അല്ലെ? ബോർഡ് എക്സാം കഴിഞ്ഞപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നോ? ഇല്ല, നമുക്ക് അറിയണ അതന്നെ അല്ലെ? ബോർഡ് എക്സാമിന്റെ മാർക്ക് വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ പ്രിപ്പറേഷൻ ഇപ്പൊ CBSE അത്യാവശ്യം ഒക്കെ ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്താക്കുക ചോദിക്കുക അല്ലെ? ബോർഡ് എക്സാമിന് ചോദിക്കുക അത്യാവശ്യം ചിലപ്പോഴൊക്കെ ജെഇയുടെ ക്വസ്റ്റ്യന്റെ ഒരു മൈന്യൂട്ട് വേർഷനൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ജെഇ പ്രിപ്പറേഷൻ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ CBSE ആണ് പഠിച്ചിരിക്കുന്നത് അല്ലെ? ജെഇ പ്രിപ്പറേഷൻ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടായിരുന്നോ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്? ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ല, അതായത് കോൺസെപ്ച്വൽ ബേസ്ഡ് അല്ലാത്ത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് എന്താണ് ഇതിന്റെ ലോജിക്ക്, നമ്മൾ കുറേ ലോജിക്ക് കണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ലോജിക്ക് എത്തും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന് വെറുതെ തല പോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ CBSE എന്ന് പറഞ്ഞപ്പം അതിലേക്ക് പിന്നെ ഒരു ആ എക്സാമിന്റെ സമയത്ത് ബോർഡ് എക്സാമിന്റെ സമയത്ത് വല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പോലത്തെ ഒരു ടെൻഷൻ? ഇല്ല, ഇത് നമ്മൾ ഇവിടെ തന്നെ ഇഷ്ടം പോലെ എക്സാം എഴുതിക്കണേ. എക്സാം എഴുതൽ തന്നെ ഇവിടെ പണി. അപ്പൊ കൂളായിട്ട് പോയിട്ട് വരുന്നായിരുന്നു. അപ്പൊ സാഹലിന് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം സാഹൽ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് അത് കണ്ണോടിച്ച് നോക്കണേ. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ഞാൻ പറയാം. എനിക്ക് വേണ്ടത് ഈ ക്വസ്റ്റ്യൻ സഹൽ സോൾവ് ചെയ്യണമെങ്കിൽ ഓക്കെ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞാൽ മതി. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് സഹൽ സോൾവ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് എത്ര സമയം എടുക്കും? പിന്നെ സഹൽ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂർ സോൾവ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ബോർഡ് എക്സാം എഴുതുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒക്കെ അല്ല, ഇത് ഏതിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഇല്ല.
അത് ഏതിന്റെ ഞാൻ കാണിച്ചിട്ടില്ല ഇതില്. ആ. ഇത് നമ്മളെ കഴിഞ്ഞ വർഷം ഏറെ വിവാദമായിട്ടുള്ള സ്റ്റേറ്റിന്റെ ബോർഡ് എക്സാമിന്റെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റൻ ആയിരുന്നു. ആ. അപ്പോ പിന്നെ എന്തായാലും ഇത് സോൾവ് ചെയ്യാൻ എത്ര സമയം എടുക്കും ഒരു പറഞ്ഞത്? അരമണിക്കൂർ. അരമണിക്കൂർ. ടഫ് ആണോ ക്വസ്റ്റൻ? ഇല്ല. അല്ല, ഓക്കെ, സിമ്പിൾ ആണ്. ആ. അപ്പൊ അത് എഴുതി വരുമ്പോ എന്തായാലും 1 മണിക്കൂർ സോൾവ് അല്ലെ? ബാക്കി 1 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മോഡലാക്കി എഴുതുമ്പോൾ അതിനൊരു ടൈം എടുക്കും. അതിനൊരു ടൈം എടുക്കും. അതായത് നമ്മൾ പിന്നെ കഴിഞ്ഞ വർഷം ഇപ്പൊ 10th കുട്ടികൾക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷെ ഇപ്പോൾ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് എത്തിയ കുട്ടികൾക്ക് അറിയായിരിക്കും. കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് മാത്സ് ഭയങ്കരമായിട്ട് ടഫ് ആയിരുന്നു എന്നുള്ള ഒരു നമ്മൾ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പോലെ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച ഒരു കുട്ടിയാണ് പറയുന്നത് എന്താ ഇത് എനിക്ക് 1/2 മണിക്കൂറിന് കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് പ്ലസ് 1 പ്ലസ് 2 നമ്മൾ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് എക്സാം എന്തല്ല ഒരു വിഷയമല്ല അല്ലെ. ബോർഡ് എക്സാം ഈസ് ജസ്റ്റ് എ സബ്സെറ്റ് ഓഫ് എന്താ ജെഇ അല്ലെ. വളരെ ചെറിയൊരു സബ്സെറ്റ് മാത്രമാണ് എന്ത് നമ്മുടെ ബോർഡ് എക്സാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സ്കൂളിലാകുന്ന സമയത്ത് നമുക്ക് ലാബ്, റെക്കോർഡ്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവുമല്ലോ. അപ്പോ അതൊക്കെ പിന്നെ സമയം കിട്ടാത്ത അല്ലെങ്കിൽ അതെല്ലാം കൂടെ ആയിട്ട് ആ ഒരു ആകെ മൊത്തം കൊള്ളാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? സ്കൂളിലത്തെ ഓരോ സബ്ജക്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആദ്യം തന്നെ സ്കൂളിൽ നമുക്ക് ലീവ് ഉണ്ടാവുമല്ലോ. പ്ലസ് 1 കഴിഞ്ഞിട്ട് പ്ലസ് 2ക്ക് ലീവ് ഉണ്ടാവും. അപ്പൊ ആ ടൈമിൽ തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യിപ്പിക്കും. പിന്നെ എക്സാം ഇത് ജെഇ മെയിൻസ് ഒക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒക്കെ സെറ്റായി, ഒക്കെ അതിനൊരു ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ പിന്നെ മോന്റെ അഭിപ്രായത്തിൽ, സാലിന്റെ അഭിപ്രായത്തില് ജെഇ പ്രിപ്പയർ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടം അല്ലെ. പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടത്തിൽ തന്നെയാണ് ജെഇ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും. ഒരു കൊല്ലം നഷ്ടപ്പെടില്ലേ, കൊല്ലത്തിന് ടൈമിന് ഭയങ്കര വിലയല്ലേ. അതെ 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 അതെ. അപ്പൊ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഡെഫിനറ്റ്ലി എന്താക്കുക, പിന്നെ പ്ലസ് 1 പ്ലസ് 2 നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെ. ഇനി അഥവാ ഇപ്പൊ പ്ലസ് 2 ഇപ്പൊ അത്യാവശ്യം മാർക്കും ജെഇക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഈ കിട്ടാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജെഇ കിട്ടാ, അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ സാറിന്റെ അഭിപ്രായത്തിൽ? ഇല്ല, കാരണം ഓൾറെഡി ഒരു ബേസ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ എന്താണ്, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ മാക്സിമം മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ സാഹലി ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെ, പിന്നെ നെക്സ്റ്റ് എക്സാം നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം നെക്സ്റ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു? കിട്ടിയിട്ടുണ്ടായിരുന്നോ? കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 8 വരെ 10 വരെ ബിറ്റൊക്കെ വെച്ചു എന്ന് പറഞ്ഞാല് എങ്ങനെ ഇപ്പൊ നെക്സ്റ്റ് എക്സാം ഒക്കെ ക്വാളിഫൈ ആയത്? 10th തുടക്കത്തില് കാക്കാക്ക് കിട്ടിയില്ലേ, അപ്പൊ നമുക്ക് എന്താണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മളൊരു ഏകദേശം ഐഡിയ ഉണ്ട്. പിന്നെ വീട്ടിൽ തന്നെ മെറ്റീരിയൽസ് കാക്കാൻ ഇരിക്കുന്നുണ്ട്, അതൊക്കെ പ്രിപ്പയർ ചെയ്തു. അതൊക്കെ നോക്കി. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആ ചോദിച്ചതിന്റെ പൊരുന്നല്ലേ പൊട്ടൻഷ്യൽ ഉണ്ട്. 8th തന്നെ ജെഇ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനാണ് കാക്കാക്ക് പ്രിന്റ് എടുത്ത് കൊടുത്തത്. ഞാൻ വീട്ടില് കള്ള കണക്ക് കൊടുത്ത് പ്രിന്റ് ചെയ്യുമ്പോ പൈസ കുറച്ച് കൂട്ടി വെച്ചെടുത്ത് അങ്ങനെ മുട്ട അങ്ങനെയൊക്കെ പോയിന്ന്. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഇതാണ്. പിന്നെ 10th എത്തിയപ്പോഴാണ് ഒരു എന്താണ്, ഇനി പഠിച്ചാലേ കാര്യമുള്ളൂ അങ്ങനെ മനസ്സിലായത്. അങ്ങനെ മനസ്സിലായി. ഓക്കെ, അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് സാലിന് പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് തിരിച്ചറിയാത്ത ഒരുപാട് പേര് മുമ്പിലുണ്ട് അല്ലെ. അപ്പൊ അവര് വിചാരിക്കും ബോർഡ് എക്സാം പ്ലസ് 2 കഴിഞ്ഞിട്ടെ, ബോർഡ് എക്സാം കഴിയട്ടെ, എന്നിട്ടാക്കാൻ ബാക്കി എന്നൊക്കെ വിചാരിച്ചിട്ട് സമയം കളയുന്നുണ്ടാവും. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് എന്തുണ്ട്, കറക്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ആ പൊട്ടൻഷ്യലിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുള്ളൂ അല്ലെ. നമുക്ക് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പർ വഴിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എന്താവില്ല, എത്തൂല. അപ്പൊ ഇപ്പൊ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 10th കഴിഞ്ഞ കുട്ടികളെ ഇപ്പൊ തന്നെ ജെഇക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 2 വർഷം നമുക്ക് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതായി കഴിഞ്ഞാൽ NIT-യിലേക്കും IIT-യിലേക്കും നമുക്ക് തീർച്ചയായിട്ടും എത്താൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് പിന്നെ പ്ലസ് 1 നെക്സ്റ്റ് എക്സാം എഴുതിയിരുന്നോ? നെക്സ്റ്റ് എക്സാം അതും കിട്ടി. ഓക്കെ, കാരണം അത് ഉറപ്പായിട്ടും അല്ലെ. അപ്പൊ ആ 10th നെക്സ്റ്റ് എഴുതിയിട്ട് ആ പ്ലസ് 1 നെക്സ്റ്റ് എഴുതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? 10th നമ്മൾ ഇതുപോലെ എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും തീരെ കണ്ടിട്ടില്ല. അത് കാക്കാക്ക് ഫോട്ടോസ് എടുത്ത് കണ്ട ഇതേ ഉള്ളൂ അല്ലെ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്ലസ് 1 ആയപ്പോ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ തരും, പിന്നെ ഓരോ മൊഡ്യൂൾ എക്സാം സൈസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ ഇതെത്തിയപ്പോ ഇമ്പ്രൂവ്മെന്റ് വന്നു അല്ലെ. പ്ലസ് 1 ഒരു അടിച്ചു കയറിയ സമയത്ത് ഇമ്പ്രൂവ്മെന്റ് നന്നായിട്ട് വന്നു എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ അതിനിടക്ക് സാലിന് NDA കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ അല്ല, പല കുട്ടികളും ചോദിക്കുന്നതാണ് NDAക്ക് ജെഇക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ NDA കിട്ടുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. എന്താണ് സാലിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? NDA ഞാൻ അതില് മെയിൻ ആയിട്ട് മാത്സ് തന്നെ ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഫിസിക്സും കുറച്ച് കെമിസ്ട്രി ഒക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതില് മെയിൻ ആയിട്ട് മാത്സ് തന്നെ ചെയ്ത്. ഇംഗ്ലീഷ്
ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ സോഷ്യലി ഒരു ക്വസ്റ്റ്യൻ ബയോളജി തൊട്ടിട്ടില്ല ഇല്ല. എന്നിട്ട് കിട്ടി. ആ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ പരിപാടി. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജെയ് ടഫ്നെസ് നോക്കുന്ന സമയത്ത് ജെയ് ആണ് ടഫ് അല്ല എൻ ഡി ആണ് ടഫ്? ചെയ്യല്ലേ? ജെയ് ആണ് ടഫ് അല്ല, ഞാനത് എനിക്കറിയാം. ഐ മീൻ ആ, അതായത് പല ആൾക്കാരും ചോദിക്കുന്നത് എൻ ഡി ഒക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ടോ? ഇല്ല. ഐ മീൻ ജെയ് പഠിച്ചാൽ നമുക്ക് ബാക്കി എല്ലാം ആയി അല്ലെ? അതായത് ഇത് സ്ട്രോങ് ആവണം, ഉം. എന്നാ അത് വേണ്ട. ആ. പക്ഷെ ഇതും അറിയില്ല അതും അറിയില്ല, ഒക്കെ കുറച്ച് കാര്യം ഉണ്ടാവില്ല. അതാ പറഞ്ഞത്. ആ. ഓക്കെ, ജെയ്ഡ് സ്ട്രോങ് ആവണം അതെ. അല്ലെ? പിന്നെ ബാക്കി ഇപ്പൊ സോഷ്യൽ തൊട്ടിട്ടില്ലെങ്കിലും ആ, കിട്ടിയിട്ടുണ്ട് എന്നാണ് തൊട്ടിട്ടുണ്ട്. പറഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സൈലത്തിന്റെ സ്കൂളും ഹോസ്റ്റലൊക്കെ? ഹോസ്റ്റല് രാവിലെ ഒരു കറക്റ്റ് റുട്ടീൻ ഉണ്ടാവും. ഉം. പിന്നെ രാവിലെ കറക്റ്റ് ടൈമിൽ നീച്ച് ഉം. പിന്നെ പഠിക്കാതിരിക്കുക. ഉം. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് ആവും, ഫുഡ് കഴിക്കുക. അപ്പൊ രാവിലെ നീച്ചില്ലെങ്കിൽ തന്നെ ഒരു മെന്റർമാര് വന്നിട്ട് അല്ലെങ്കിൽ വാർഡന്മാര് വന്നിട്ട് ഉം. നമ്മളെ രാവിലെ നീച്ചില്ലെങ്കിൽ അങ്ങനെ ഓടാൻ പറയും. ഉറക്കം പോകാൻ വേണ്ടിയിട്ട്. എനർജി എനർജി ഉണ്ടാവും. ഉണ്ടാവാൻ അതെ, വേണ്ടിയിട്ട്. എനർജി ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സൈലത്തിന്റെ സ്കൂള് ഹോസ്റ്റലൊക്കെ? സ്കൂള് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഉം. പിന്നെ ഓരോ ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് എല്ലാം മനസ്സിലായില്ലേ. ഉം. പിന്നെ ഡൗട്ട് ഉണ്ടായി തന്നെ നമുക്ക് ഇന്റർവെല്ലിന് പിന്നെ ടാബിലും കിട്ടും. ഉം. പിന്നെ എന്താണ് വേണമെങ്കിൽ മെന്റർമാർ ഫോൺ തരും വിളിക്കാൻ, ഉം. ടീച്ചേഴ്സിന് വേണമെങ്കിൽ വിളിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ. ടാബില് ക്ലാസ് ഒക്കെ കാണാറുണ്ടോ? ആണല്ലേ? പിന്നെ അത് എന്തായിട്ട് അതിലെ ടാബിലെ ക്ലാസ് കൊണ്ട് യൂസ് എന്താക്കണം? നിങ്ങളെ ഹൈബ്രിഡ് ഒന്നുമല്ലല്ലോ? അല്ല, അത് നമുക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പോർഷൻ മാത്രമേ പേൾ വീഡിയോയിൽ എടുത്ത് കാണാം അതെ. അല്ലെ? അപ്പൊ മറ്റേ നമ്മള് ബുക്ക് റെഫർ ചെയ്യണമെങ്കിൽ അത്രയും ടൈം പോലെ, ഇത് ഓരോ പാർട്ടായി കട്ട് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് ആ ഒരു അരമണിക്കൂറിന്റെ വീഡിയോ 2x ഇട്ടാ 15 മിനിറ്റ് അല്ലേ ആവുള്ളൂ. അപ്പൊ അങ്ങനെ ടൈം ലാഭിക്കാം. ഇനി DPP ഒക്കെ ഉണ്ട് നമ്മുടെ സൈലത്തിന്റെ? DPP അത് നമുക്ക് എൻട്രൻസിന് എന്താണോ ആവശ്യമുള്ളത് അതുപോലെ കറക്റ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്കൊരു മെറ്റീരിയൽ പോലെ തരും. മറ്റേത് നമ്മൾ കുറെ ആവശ്യമില്ലാതെ കുറെ വായിച്ചുണ്ടാക്കിയിട്ട് വെറുതെ ടൈം കളയാണ്. നമുക്ക് തന്നെ കുറെ വായിക്കുമ്പോൾ ഒരു മടുപ്പ് വരില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ആവശ്യമുള്ളത് മാത്രം എൻട്രൻസിന് എന്താണോ വരിക അത് കറക്റ്റ് ഒരു മെറ്റീരിയൽ ആക്കിയിട്ട്. അതായത് കാർഡ് അടിച്ച് പഠിക്കുന്ന പരിപാടിയല്ല അതാണ്. അല്ലെ? ചോദിക്കുന്ന സാധനം വ്യക്തമായിട്ട് അല്ല, നമ്മൾ സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അത് നമുക്ക് ഓൾറെഡി ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ക്യാപ്സൂൾ പരുവത്തിൽ, അതായത് പിന്നെ ഏതൊക്കെയാണ് മെയിന്റെ ക്വസ്റ്റ്യൻ, അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് തരുന്നുണ്ട് അല്ലെ? അത് യൂസ്ഫുൾ ആയിരുന്നോ DPP? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആണോ? വണ്ടർഫുൾ. ഇഷ്ടപ്പെടാത്ത സബ്ജക്ട്? അങ്ങനെ പറഞ്ഞ പ്രശ്നമാണ്. കുഴപ്പമില്ല. ഞാൻ ഒറ്റയടി ചോദിച്ചാൽ നമ്മുടെ ഹോസ്റ്റല്, സ്കൂള്, ക്ലാസ്, പേൾ വീഡിയോസ്, DPP, എക്സാംസ്, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? ഹോസ്റ്റലാണോ? അതെന്താ? കിടന്നുറങ്ങാന്നല്ലേ? ഓക്കെ, അതുകൊണ്ടാണല്ലേ? ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. സപ്പോസ് സഹലിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, NTA തലപ്പത്തിരുത്തിന്ന് ഇരിക്കുക, വെറുതെ ഒരു ഫണ്ടിന് ഇരിക്കുക. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ജെയ് എക്സാമിന് മാറ്റം വരുത്തുക? ജെയ്ക്ക് വലിയ മാറ്റമൊന്നും വരുത്തണ്ട, പക്ഷെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഉണ്ടാവും. ഇപ്പൊ തന്നെ ഇപ്രാവശ്യം തന്നെ പല പ്രശ്നം നമ്മള് ഫോണിലൊക്കെ കണ്ടില്ലോ. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ നോക്കും. അല്ലെ? ഏതെങ്കിലും സബ്ജക്ട് കംപ്ലീറ്റ് എടുത്ത് മാറ്റോ? ഇല്ല ഇല്ലല്ലേ? ഏതെങ്കിലും അങ്ങനെ പറഞ്ഞ പ്രശ്നം അതുകൊണ്ട് അതൊന്നും പ്രശ്നം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ പുറത്ത് വീഡിയോ വന്നാലും പ്രശ്നം. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് മാറ്റോ? ഫിസിക്സ് അല്ലെങ്കിൽ മാത്സിന് എല്ലാം അടിപൊളിയാണ്. കുറച്ചുകൂടി പെർമ്യൂട്ടേഷൻ ചില ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ ഇങ്ങനെ ഇരുന്ന് അങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാത്തല്ലേ? അല്ല, സഹല് കീം എഴുതിയായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു കീം? ഇതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പോയി ടിക്ക് മാത്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അല്ല, മാത്സ് കാരണം ഒന്നാമത് സഹല് ജെയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ടോപ്പിക് മാത്സ് ആണ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കീമിന്റെ കാര്യത്തിൽ നോക്കണ്ട അല്ലെ? അല്ലെ, പോയിട്ട് വെറുതെ ടിക്ക് എടുത്ത ലാഘവത്തോടെ വന്നതാണല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഇനി പിന്നെ എല്ലാം എഴുതി? നമുക്ക് 1ാം റാങ്ക് കിട്ടട്ടെ. ബോർഡ് എക്സാമിന്റെ മാർക്ക് അല്ലേ? അല്ല, നോക്കാം നമുക്ക്. എന്തായാലും നമുക്ക് കീമിന് പരമാവധി സ്കോർ കിട്ടട്ടെ, കാരണം പ്രത്യേകിച്ച് മാത്സ് സ്ട്രോങ് ആയതുകൊണ്ടും. അപ്പൊ എനിവേ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ ബാക്കി എല്ലാം സെറ്റ് ആണെന്നാ പറയുന്നത്. അതായത് പിന്നെ ബോർഡ് എക്സാം സെറ്റ് ആണ്, കീം സെറ്റ് ആണ്, ഇതേപോലെ NDA പോലുള്ള എക്സാം സെറ്റ് ആണ് അല്ലെ? വേണമെങ്കിൽ കുസാറ്റ് എല്ലാം എന്താണ് സെറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ മക്കളെ, നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഓക്കെ, അതായത് ഇപ്പൊ 10th കഴിഞ്ഞ കുട്ടികളോട് പറയാണ്, +1 +2 കാലഘട്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റിയ സമയം. ആ സമയത്താണ് നിങ്ങൾ കൂടുതലായിട്ടും എന്താവുന്നത്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വെറും ബ്രെയിൻ വർക്ക് ചെയ്തേക്കാതെ വെറും ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാം പോലും നിങ്ങൾക്ക് ടഫ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ? കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ട്വിസ്റ്റഡ് അല്ലെ? നമ്മളെ സംബന്ധിച്ചുള്ളത് ട്വിസ്റ്റ് ആണോ? അല്ല,
പക്ഷെ നമ്മൾ വെറും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് അത് ഭയങ്കര ടഫ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നേരെ മറിച്ച് സഹലിന്റെ എക്സ്പീരിയൻസ് പറയുന്നത് നിങ്ങളിപ്പോ ജെയ്ക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ എക്സാംസും എന്താണ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അല്ലെ വേണമെങ്കിൽ കുസാറ്റ് അല്ല സോറി ക്യൂറ്റ് CUET അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ എൻട്രൻസ് എഴുതുന്നില്ല എന്നുള്ള ഉത്തരവ് നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോ എല്ലാ കാര്യത്തിനും എന്തുണ്ട്, എൻട്രൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഈവൻ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കണം, നിങ്ങൾക്ക് സാധാരണ കോളേജിൽ പഠിക്കാം അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാം, അതിന് നമുക്ക് എന്തുണ്ട്, എൻട്രൻസ്. അപ്പൊ എല്ലാത്തിനും നമുക്ക് എന്താണ്, എൻട്രൻസ് ആണ്. സോ ഇപ്പൊ നമ്മൾ എന്താക്കാം, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ 8th പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഫൗണ്ടേഷൻ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം അല്ലെ. ഇത് മാതൃകയാക്കരുത്, ഏത് 8 മുതൽ 10 വരെ. അല്ല അത് മാതൃക എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരൻ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വെറുതെ ഫണ്ടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അല്ല 7th വരെ അങ്ങനെയായിരുന്നു. 7th വരെ 8th പിന്നെ ആരും പഠിച്ചില്ല, ഓൺലൈന്. പിന്നെ എന്തല്ലേ 8th കൊറോണ ആയിരുന്നല്ലേ. കൊറോണയും ഫോക്കസ് ഏരിയൊക്കെ അല്ലേ. ഓക്കെ 9th പിന്നെ സ്കൂളിലേക്ക് പോണത്. 10th പിന്നെ 10ാം ക്ലാസ് എന്നുള്ളൊരു ഒരു ഇതിലൂടെ. അപ്പൊ ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ആക്കുക. പിന്നെ അതോടൊപ്പം തന്നെ +2 ഇപ്പൊ പഠിച്ചു കഴിയുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് +1 +2 പഠിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പഠിക്കാതിരുന്നിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ അല്ലെ, സഹൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജെയ്ക്ക് പോകണം, അതായത് നല്ലൊരു കോളേജിൽ കയറണം എന്നൊക്കെ നന്നായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പയർ ചെയ്യണം. കാരണം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതിനേക്കാളും എത്രയോ നല്ല പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എത്താൻ വേണ്ടി പറ്റും. ഈ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ തിരിച്ചു കിട്ടുന്ന, അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കരം എന്താണ്, വളരെ ചെറിയ ഒരു കഷ്ടപ്പാടാണ്. ഇപ്പൊ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഒരു വർഷം കൂടി നിങ്ങൾക്ക് ഒന്ന് കൂളായിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം നല്ല കോളേജുകളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മള് സനദിന്റെ അനുഭവം കേട്ടു അല്ലെ, അനുപമിന്റെ അനുഭവം കേട്ടു. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളോടും പറയേണ്ടത് ഇപ്പോഴാണ് നിങ്ങൾ കഷ്ടപ്പെടേണ്ട സമയം. ഇപ്പൊ സഹൽ മാറ്റി വെച്ചോളൂ, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. ഇപ്പൊ ഇത്ര കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ജീവിതകാലം മൊത്തം എൻജോയ് ചെയ്യണോ, അല്ല ഇപ്പൊ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടന്നിട്ട് ജീവിതകാലം മൊത്തം കഷ്ടപ്പെടണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പം 2 വർഷം അടിപൊളിയായി കഷ്ടപ്പെട്ടിട്ട് ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും NIT എത്തി, ഇനി IIT ബോംബെ തന്നെ നമ്മൾ എത്തട്ടെ. അവിടെ 4 വർഷം ലൈഫ് എൻജോയ് ചെയ്ത് അവിടെ അടിപൊളിയായിട്ട് നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റും കിട്ടി ലൈഫ് ലോങ് സെറ്റ് ആവാൻ വേണ്ടി പോകുന്ന നമ്മുടെ സഹലിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആക്കട്ടെ അല്ലെ. താങ്ക് യു വെരി മച്ച്.